മിശിഹായിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, സ്ലിഹാകാലം 1-ാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ്. സഭയിൽ ഇന്ന് പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിലെ തുടക്ക വാചകത്തിലേതുപോലെ ഭയപ്പെട്ടൊരു മുറിക്കുടലേക്ക് ഒതുങ്ങി കഴിഞ്ഞിരുന്ന ശിഷ്യന്മാരുടെ ഉള്ളിലേക്ക് ഈശോ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ വർഷിക്കുകയാണ്. ഭയപ്പാടോടുകൂടി ജീവിച്ചിരുന്ന ഒരു പറ്റം മനുഷ്യര് ഈശോയുടെ സുവിശേഷവുമായിട്ട് ലോകത്തിൻ്റെ പല കോണുകളിലേക്ക്, സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ഈശോയുടെ സ്നേഹവുമായിട്ട് ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്കായിട്ട് ഇറങ്ങി തിരിച്ചതിൻ്റെ കാരണം അവരുടെ ഉള്ളിൽ ഈ ആത്മാവ് ഇങ്ങനെ നിറഞ്ഞതുകൊണ്ടാണ്. ഈശോയുടെ സുവിശേഷം ലോകമെങ്ങും അറിയിക്കാനുള്ള നമ്മുടെ പിൻബലം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിൻ്റെ തോതാണ്. സുവിശേഷത്തിൽ ഒരിടത്ത് നമ്മൾ വായിക്കുന്നത് പോലെ ഈശോ ഇങ്ങനെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഈ ആത്മാവ് നിറയുന്ന സമയം വരെ ഈ ജെറുസലേം വിട്ട് പോകരുത്, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. ഈശോ ഇങ്ങനെ വലിച്ചഴയ്ക്കപ്പെട്ട ഇടം, ഈശോ ഇങ്ങനെ പീഡകൾ അനുഭവിച്ച ഇടം, ഈശോ ഇങ്ങനെ കുരിശുമരണത്തിന് ഏൽപ്പിക്കപ്പെട്ട ഇടം, ഈശോയുടെ യോഗ്യതകളെല്ലാം അടങ്ങിയിരിക്കുന്ന സ്ഥലമാണ് ജെറുസലേം. ജെറുസലേം വിട്ട് നിങ്ങൾ പോകരുത്. കാരണം ഈശോയുടെ യോഗ്യതകളിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുന്നത് എന്ന് ചുരുക്കം. നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. ജെറുസലേം ദേവാലയം നിന്ന ഇടമാണ്. ഇതൊരു ഏകാഗ്രതയുടെ വിഷയം കൂടിയാണ്. നിങ്ങൾ ദേവാലയം വിട്ട്, നിങ്ങൾ ഈശോയെ വിട്ട് പോകരുത് എന്ന് ചുരുക്കം. നമ്മൾ ദേവാലയത്തിൻ്റെ പരിസരത്തോടും ദേവാലയത്തോടും ഈശോയോടും ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുന്നത് എന്ന് ചുരുക്കം. പന്തക്കുസ്ത തിരുനാളിൻ്റെ 2-ാമത്തെ സന്ദേശം ഇതാണ്: നീ ഈ ഭൂമിയിൽ വിശുദ്ധനായിട്ട് ജീവിച്ചതിന് സ്വർഗം നിനക്ക് നൽകുന്ന സമ്മാനമോ അവാർഡോ അല്ല പരിശുദ്ധാത്മാവ്, മറിച്ച് ഈ ലോകത്തിൽ നിനക്ക് വിശുദ്ധനായിട്ട് ജീവിക്കാൻ വേണ്ടി സ്വർഗം നിനക്ക് നൽകുന്ന സഹായമാണ് പരിശുദ്ധാത്മാവ്. ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടി ഒന്നാമതായിട്ട് എത്തിച്ചേരുവാൻ വേണ്ടി അവൻ ഈ പറയുന്ന ഉത്തേജകം സ്വീകരിക്കുന്നത് ഈ ഓട്ട മത്സരത്തിന് മുന്നേ ആയിരിക്കും. ഓട്ട മത്സരം കഴിഞ്ഞതിന് ശേഷം അവൻ ഈ ഉത്തേജകം സ്വീകരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുപോലെ തന്നെയാണ് വിശുദ്ധനായി ജീവിക്കുന്നതിന് വേണ്ടി സ്വർഗം നിനക്ക് ആദ്യമേ മുതൽ തന്നെ നൽകുന്ന സഹായമാണ് പരിശുദ്ധാത്മാവ്, മറിച്ച് വിശുദ്ധനായതിന് ഉള്ള സ്വർഗം നിനക്ക് നൽകുന്ന അവാർഡ് അല്ല പരിശുദ്ധാത്മാവ്. പന്തക്കുസ്തായുടെ 3-ാമത്തെ സന്ദേശം അത് ഇതാണ്. ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് പോലെ ഈ ആദ്യം മുതൽക്ക് തന്നെ ഈ ദൈവത്തിൻ്റെ ആത്മാവ്, ആ ഒരു ചൈതന്യം ഇങ്ങനെ ജലപ്പരപ്പിൽ ഇങ്ങനെ നിലനിന്നിരുന്നു. അതിനുശേഷമാണ് ഈശോ എല്ലാം സൃഷ്ടിക്കുന്നത്. അതായത് ഈശോയുടെ സൃഷ്ടികർമ്മത്തിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ, അതിൻ്റെ പശ്ചാത്തലത്തിൽ ആത്മാവിൻ്റെ ചൈതന്യം ഇങ്ങനെ നിലനിന്നിരുന്നു. നമ്മൾ പറയുന്ന വാക്കുകളിലും നമ്മുടെ പ്രവർത്തികളിലുമെല്ലാം അതിൻ്റെ പശ്ചാത്തലത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഇങ്ങനെ ഉണ്ടായിരിക്കണം. മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, അവസാനിപ്പിക്കുകയാണ് പന്തക്കുസ്ത തിരുനാളിൻ്റെ 3 സന്ദേശങ്ങൾ. നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. ഈശോയുടെ യോഗ്യതകളിലൂടെയാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. നമ്മൾ ദേവാലയത്തോടും ഈശോയോടും ചേർന്ന് നിൽക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വരുന്നത്. 2-ാമത്തെ സന്ദേശം: നീ വിശുദ്ധനായി ജീവിച്ചതിന് സ്വർഗം നിനക്ക് നൽകുന്ന അവാർഡ് അല്ല പരിശുദ്ധാത്മാവ്, മറിച്ച് വിശുദ്ധനായിട്ട് നീ ജീവിക്കുന്നതിന് വേണ്ടി സ്വർഗം നിനക്ക് നൽകുന്ന സഹായമാണ് പരിശുദ്ധാത്മാവ്. 3-ാമത്തെ സന്ദേശം: നമ്മൾ പറയുന്ന വാക്കുകൾക്കും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്കും പുറകിൽ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ പശ്ചാത്തലത്തിൽ ആത്മാവിൻ്റെ ചൈതന്യം ഇങ്ങനെ നിലനിന്നിരിക്കണം. മിശിഹ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.